ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം ഞാൻ മെട്രോയിലാണ് ഡെയിലി പോകുന്നത്. അപ്പം മെട്രോയിൽ ഏകദേശം ഒരു 30 മിനിറ്റ്സോളം നമുക്കതിനകത്ത് ഇരിക്കണം. അപ്പം ഇപ്പം ഞാൻ വന്നപ്പം ഒരു ട്രെയിൻ പോയതേ ഉള്ളൂ. കുഴപ്പമില്ല, എല്ലാ ഒരു 5 മിനിറ്റ്സ് കൂടുമ്പം നമുക്ക് ട്രെയിൻ വരും കേട്ടോ. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ വരുന്ന ട്രെയിൻ കുറച്ച് എം ടി ആയിരിക്കും. അപ്പം നമുക്ക് സീറ്റ് കിട്ടും, ഇരിക്കാം. പക്ഷേ ഞാൻ കയറിയ ട്രെയിനിൽ സീറ്റില്ലായിരുന്നു. അപ്പം നിന്ന് തന്നെ പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് ദൂരം നിന്ന് പോയി, പിന്നെ ഇരുന്ന് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തായി സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന് പറയുന്ന മെട്രോയിൽ ഇറങ്ങിയത്. അപ്പം ഇവിടുന്ന് എനിക്ക് ഒരു 5 മിനിറ്റ് വോക്ക് ഹോസ്പിറ്റലിലോട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഒരു 9 to 5:30 ആട്ടോ. അപ്പം ഞാനൊരു 8:55 ഒക്കെ ആയപ്പം ഹോസ്പിറ്റലിലെത്തി. അപ്പം എനിക്കിവിടുന്ന് ക്യാബിൻ്റെ കീ കളക്ട് ചെയ്യണം. അപ്പം കീ ഒക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാവേ. ഗൈസ്, നമ്മളിപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബിൻ. അപ്പം ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഒന്ന് കയറിയിട്ട് ട്രൈപോഡ് വെച്ച് സെറ്റാക്കിയിട്ട് വീണ്ടും കയറിയപ്പം എനിക്ക് തന്നെ ഒന്ന് ചിരി വന്നതാണ്. അതാണിപ്പോൾ കണ്ടത്. പിന്നെ ഒന്ന് സെറ്റായി, ID കാർഡൊക്കെ ഇട്ടു. പിന്നെ കേർട്ടൺസൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി. നമുക്ക് പേഷ്യൻ്റ് വരുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേ കുറച്ച് കോപ്രായങ്ങളാട്ടോ ആ ട്രൈപോഡും ഫോണും ഒക്കെ വെച്ചിട്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഇരിപ്പിടം ആക്കിയിട്ട്, അതായത് അന്ന് വരാനുള്ള OPD ലിസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആ OPD പേഷ്യൻസ് ആരൊക്കെ വരാനുണ്ട്, ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും. അപ്പം നമുക്കതനുസരിച്ചിട്ട് IP പേഷ്യൻസിനെ മാനേജ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാൻ IP ഒരു ക്വിക്കായിട്ടൊരു ജസ്റ്റ് ഒരു റൗണ്ട്സ് നടത്തും, അതായത് ICUലും വാർഡ്സിലൊക്കെ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇന്ന് എത്ര IP പേഷ്യൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ബ്രെഡും ബട്ടറും കേട്ടോ. എല്ലാ ദിവസവും ഒന്നും കൊണ്ടുവരത്തില്ല, വല്ലപ്പോഴും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ പേഷ്യൻസിനെയൊക്കെ നോക്കാൻ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് പേഷ്യൻസിനെ നോക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, അതിവിടെ അലൗഡല്ല, എവിടെ അലൗഡല്ല. പിന്നെ ICUലൊക്കെ പേഷ്യൻസിനെ നമ്മൾ തീർത്തു, വാർഡിലെ പേഷ്യൻസൊക്കെ നോക്കി. അങ്ങനെ ലഞ്ച് ടൈം ആയി കേട്ടോ. അപ്പോൾ ലഞ്ചിന് ഞാനിന്ന് കൊണ്ടുവന്നേക്കുന്നത് ചപ്പാത്തി മീൻകറിയാണ്. മീൻകറി ഞാൻ തലേന്ന് വെച്ചതാണ്, അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പേഷ്യൻസിനെയൊക്കെ നോക്കി, വല്ല പേഷ്യൻസിനെ മിസ്സായോ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയേ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2 പ്രൈവറ്റ് കേസസ് ഉണ്ട്. അപ്പം 5:30 കഴിഞ്ഞിട്ടാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പം 2 പ്രൈവറ്റ് കേസസ് ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിലും പോയായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തി, പേഷ്യൻസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാനൊരു ചായയും ഒരു പഴംപൊരിയും കഴിക്കുന്നത് കേട്ടോ. പിന്നെ നൈറ്റ് നമ്മളൊരു മൂവിക്ക് പോയി, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊരു മൂവിക്ക് പോയി കേട്ടോ. നല്ല മൂവിയായിരുന്നു. സിത്താര സമീമ്പറാണ് കണ്ടത്, അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വെളിയിൽ നിന്നായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാവേ. ബൈ ഗൈസ്.